നമസ്കാരം സർ. ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതായത് നമ്മുടെ സാമ്പത്തികമായ തലസ്ഥാനമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം. അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അവിടെ നിന്നൊരു ആരോപണം, ഇങ്ങനെ ആരോപണമാണോ അല്ലെങ്കിൽ അത് എന്താണ് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു വാർത്ത കേട്ടതാണ്. അവിടെയുള്ളൊരു മന്ത്രി അദ്ദേഹത്തിന് തന്നെ അവിടെയുള്ള സർക്കാരിൻ്റെ ഒരു ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് തന്നെ എഴുതി കൊടുത്തു, മാറ്റി എന്നുള്ളത് ഒരു ചർച്ചയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സർ? അത് സത്യമാണ്. ഇപ്പോൾ ഉള്ള മറ്റേ ഷിൻഡെ മന്ത്രിസഭയിലെ ശിവസേന മന്ത്രി, ശിവസേനയുടെ ഭക്ഷ്യമന്ത്രിയാണ് ഇയാള്, സഞ്ജയ് റാത്തോഡ്. യാവത്മാൽ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് അയാൾ. ഈ സഞ്ജയ് റാത്തോഡ് നവി മുംബൈയിലെ ഒരു സർക്കാർ ഭൂമി സ്വന്തം ട്രസ്റ്റിന് തന്നെ എഴുതി കൊടുപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത. ഇത് ഇപ്പോൾ മന്ത്രി പെട്ടുകിടക്കുകയാണ്. നമുക്ക് അറിയാവുന്നതാണ്, സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അവിടെ അവരുടെ 3.64 പാടം അങ്ങനെ ഗ്രാമത്തിലൊരു സ്ഥലം ഏറ്റെടുത്തതിന് പകരം വലിയ മൈസൂരിലെ നഗരത്തിലുള്ള ഒരു പ്ലോട്ടിൽ ഒരു സ്ഥലത്ത് 14 പ്ലോട്ടുകൾ മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊടുത്ത് അവിടെ പെട്ടുകിടക്കുക സിദ്ധരാമയ്യ. അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത്. ഇയാളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് 2023 നവംബർ സമയത്തൊക്കെ നടക്കുകയാണ്. അയാളുടെ ട്രസ്റ്റ് ഡോക്ടർ സന്ത് രാംറാവു മഹാരാജ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഡോക്ടർ സന്ത് രാംറാവു മഹാരാജ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇത് സിഡ്കോ ആണ് ഇതൊക്കെ കൊടുക്കുന്ന അവിടുത്തെ ഏജൻസി മഹാരാഷ്ട്രയിൽ. ആ ഏജൻസിയുടെ ഓഫീസിലൊക്കെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് ഇത് ഇങ്ങനെ ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇവര് ബഞ്ചാറ എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ, സമൂഹത്തിന് ഉള്ള ഒരു കേന്ദ്രം, അവരുടെ സമൂഹത്തിന് വേണ്ടി OBCയിൽപ്പെട്ടവരാ ഈ ബഞ്ചാറ സമുദായം, OBC. അപ്പൊ അവരുടേതായ സമുദായത്തിന്റെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഓഫീസും കേന്ദ്രവും ഒക്കെ ആയിട്ട് അവരുടെ സംഘടന, അഖിലേന്ത്യാ സംഘടന, ഒരു അപേക്ഷ കൊടുത്തിരുന്നു അവിടെ സർക്കാർ. അപ്പൊ അവർക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ആലോചന മുറുകിയപ്പോ ഇയാളും ആ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഈ മന്ത്രി റാത്തോഡ്, ബഞ്ചാര സമുദായത്തില്. അപ്പൊ ആ അഖിലേന്ത്യാ തലത്തിലുള്ള അയാളുടെ സമുദായത്തിന്റെ സംഘടനയ്ക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ച ഭൂമിയാണ് ഇയാൾ സ്വന്തം ട്രസ്റ്റിലേക്ക് തട്ടി മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ മാറ്റിയത്. ഇത് ഓൾ ഇന്ത്യ ബഞ്ചാറ സേവാ സംഘ് AIBB എന്ന് പറഞ്ഞ സംഘടനയാണ് അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ സമുദായത്തിൽ സംഘടനയ്ക്ക് കിട്ടുമല്ലോ, എന്നാൽ പിന്നെ ഇത് എനിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ ഇത് 5600 ചതുരശ്ര മീറ്റർ ആണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണായ സ്ഥലമാണല്ലോ. സിഡ്കോ ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 സ്ഥലങ്ങൾ കണ്ടിരുന്നു. ആ 3 സ്ഥലങ്ങൾ അപ്രൂവ് ചെയ്യാനൊക്കെ വെച്ചിരുന്നു. ആ 3 സ്ഥലത്തിൽ നിന്ന് ഒരെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മന്ത്രി തന്നെ ഈ സിഡ്കോ ഓഫീസിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഫയലും ഒക്കെ നോക്കി ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് സ്വയം കൈവശപ്പെടുത്തേണ്ടതാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയി സംഗതി ശരിയാക്കി. ഇതിനു വേണ്ടി 2023 ജൂലൈ 16 മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിശാൽ റാത്തോഡ് ആ സമുദായത്തിൽ തന്നെ ഉള്ള ആളാണ്. വിശാൽ റാത്തോഡ് ഒരു കത്ത് മന്ത്രിയുടെ ലെറ്റർ പാഡിൽ തന്നെ സിഡ്കോയുടെ MDക്ക് എഴുതി. അതിൽ പറഞ്ഞിട്ടുണ്ട്, സമുദായത്തിന് വേണ്ടി സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം ഈ മന്ത്രിയുടെ
കുടുംബത്തിന്റെ വക ശ്രീ സന്ത് ഡോക്ടർ രാമറാവു മഹാരാജാവ് ട്രസ്റ്റിന് കൊടുക്കണം എന്ന് ലെറ്റർ പാഡിൽ എഴുതിയിട്ടുണ്ട്. മന്ത്രിയുടെ ലെറ്റർ പാഡില് മന്ത്രിയല്ല പ്രൈവറ്റ് സെക്രട്ടറി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ രേഖയായി. പിന്നെ അർബൻ വകുപ്പ്, നഗരവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ രേഖയായി കഴിഞ്ഞല്ലോ. അപ്പൊ സിഡ്കോ MD വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്ത് കാണും. ഉടനെ അങ്ങേര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉദ്യോഗസ്ഥനും പെടാനായിട്ട് നിൽക്കില്ലല്ലോ അഴിമതിയിലൊക്കെ. പെൻഷൻ കിട്ടിയൊക്കെയല്ലേ വീട്ടിൽ ജീവിക്കാൻ. അപ്പൊ ഇങ്ങേര് എന്ത് ചെയ്തു എന്ന് വെച്ചാ നഗരവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 2023 ജൂലൈ 28 12 ദിവസം കഴിഞ്ഞപ്പോ ഒരു കത്തയച്ചു വീണ്ടും. ഈ സിഡ്കോ MDക്ക് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കത്തെഴുതുന്നു. ഇത് വൃത്തികേടാണെന്നുള്ളത് സിഡ്കോ MDക്ക് മനസ്സിലാവുമല്ലോ. സിഡ്കോ MD നഗരവികസന വകുപ്പ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് എഴുതുന്നു. ജൂലൈ 28, 2023. അപ്പൊ അങ്ങേര് പറഞ്ഞിരിക്കുന്നത് ഈ വക കാര്യത്തില് റിവ്യൂ മീറ്റിംഗ് ഇങ്ങേര് തന്നെ നടത്തും, ഈ മന്ത്രി തന്നെ നടത്തും. ഈ മുഖ്യമന്ത്രി ഷിൻഡെ ഈ സമുദായവുമായിട്ട് അവരുടെ അഖിലേന്ത്യാ സംഘടനയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. 2021 മെയ് 8 ഇതിൻ്റെ അവലോകന യോഗം വെച്ചിട്ടുണ്ട്. അവിടുത്തെ ചീഫ് സെക്രട്ടറി 2023 മെയ് 9 ഒരു കത്ത് എഴുതിയിരുന്നു. ഈ സഞ്ജയ് റാത്തോഡ് സിഡ്കോ ഓഫീസിൽ തന്നെ പോയി ഇതൊക്കെ പരിശോധിച്ചു, 3 പ്ലോട്ട് പരിശോധിച്ചു, അതിൻ്റെ അകത്ത് 2 എണ്ണം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തു, എന്നിട്ട് എൻ്റെ ട്രസ്റ്റിന് ഇത് തന്നേക്കൂ എന്ന് പറഞ്ഞതായിട്ട് ചീഫ് സെക്രട്ടറി എഴുതി. എന്ന് പറഞ്ഞാൽ ഇത് കേസ് വരുമ്പോൾ രേഖകളായിരിക്കാൻ വേണ്ടിയിട്ടാണ് വിവരമുള്ള ഓഫീസർമാര് IAS ഒക്കെ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മതപരമായ ഒരു മതസംഘടനയ്ക്ക് മതപരമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൊടുക്കാം എന്നുള്ളതായിരുന്നു നിയമത്തിലൊക്കെ പറഞ്ഞിരുന്നത്. ഇത്തരം സ്ഥലങ്ങൾ ആ നിയമം മാറ്റി ആ നിയമത്തില് ഇളവ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇത് സമുദായ സംഘടനയ്ക്ക് എന്നും പറഞ്ഞ് സാമൂഹിക പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ കൈവശപ്പെടുത്തുന്നത്. അപ്പോൾ റിലീജിയസ് പർപ്പസ് എന്നുള്ളത് മാറ്റാനായിട്ട് നിയമം ഭേദഗതി ചെയ്യുന്ന വിധത്തിലും കത്ത് ഉണ്ടാക്കി. എന്നിട്ട് പരസ്യം ചെയ്യുമ്പോൾ ഇത് ഈ പരസ്യം ചെയ്തത് ഈ ബഞ്ചാറ സമൂഹത്തിലെ സംഘടനകൾക്ക് അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, എന്ന രീതിയിൽ പാട്ടത്തുക കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെ ചെയ്തിട്ടാണ്. പരസ്യമൊക്കെ ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാൻ. എന്നിട്ട് സിഡ്കോ ഈ പറഞ്ഞ കത്തൊക്കെ എഴുതി സർക്കാരിലെ ചീഫ് സെക്രട്ടറിയൊക്കെ ഇതെങ്ങനെ ഒരുത്തൻ മന്ത്രി ഇങ്ങനെ പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് കത്തെഴുതിയ ശേഷം 1.5 മാസം കഴിഞ്ഞ് 2023 സെപ്റ്റംബർ 16 മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. അതൊരു സൂത്ര തീരുമാനമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷിൻഡെയും ഈ മന്ത്രിയും സംസാരിച്ചു കാണും. മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സിൽ കാണുന്നത് ചീഫ് സെക്രട്ടറിക്ക് വിവരമുണ്ടല്ലോ, 5600 സ്ക്വയർ മീറ്റർ നൽകാൻ ഈ ബഞ്ചാറ സമുദായത്തിന് നൽകാൻ തീരുമാനിച്ചു എന്ന് മാത്രമേ അതിൽ വാചകമുള്ളൂ. കാരണം ഈ മിനിറ്റ്സ് ഒക്കെ എഴുതുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെ ഒരു സൂത്രത്തില് ഈ മന്ത്രിയുടെ ട്രസ്റ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എഴുതിയില്ല മിനിറ്റ്സില്. സമുദായത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നേ മിനിറ്റ്സിലുള്ളൂ, ആർക്കെന്നാലും പറഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് 2023 നവംബർ 1 ഈ അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മന്ത്രിയുടെ പിന്നെ ഡോക്ടർ സന്ത് രാമറാവു മഹാരാജ് ട്രസ്റ്റിനാണ് കൊടുക്കേണ്ടത് എന്ന് സിഡ്കോയ്ക്ക് കത്ത് കൊടുത്തു അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. എന്നിട്ട് അതിലാണ് ഈ റിലീജിയസ് എന്നുള്ള ഭാഗം മാറ്റി സോഷ്യൽ എന്നാക്കി മാറ്റി നിയമത്തിൽ ഇളവ് കൊടുക്കാനും ഒക്കെ പറഞ്ഞു. ഇപ്പം ഇതൊക്കെ പുറത്തു വന്നിട്ട് ഇപ്പോൾ ലോകായുക്തയിൽ ഈ സമുദായത്തിൻ്റെ തന്നെ ആ ട്രസ്റ്റ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ ബഞ്ചാറ സമുദായം, ആ ട്രസ്റ്റ് ഇപ്പോൾ ലോകായുക്തയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെട്ടിലായി കഴിഞ്ഞ മന്ത്രി ഇപ്പോൾ പറയുന്നത്
ഞാൻ ഭൂമി ഏത് സംഘടനയ്ക്ക് കൊടുക്കാനും തയ്യാറാണ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ചെയ്തത്, സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു. അപ്പൊ ഒരുപാട് ചോദ്യമൊന്നും എന്നോട് ചോദിക്കേണ്ടതില്ല. ഇന്ന് മോഹൻലാൽ പറഞ്ഞില്ലേ, അതുപോലെയാണ് മന്ത്രിയും പറഞ്ഞത്. എന്നോട് പ്രത്യേകിച്ച് വേറെ ചോദ്യമൊന്നും ചോദിക്കണ്ട, ഞാൻ ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ സാർ, അവിടെ ഈ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പൊക്കെയാണ്. അപ്പോൾ ഇത് അതിനെ ബാധിക്കാനും കൂടി സാധ്യതയില്ലേ? അതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. ഈ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വലിയൊരു സംഭവം വേറെയുണ്ട്. അത് ശിവജിയുടെ പ്രതിമ തകർന്ന് ഒടിഞ്ഞ് താഴെ വീണ സംഭവമാണ്. മോദി മാപ്പൊക്കെ പറഞ്ഞത്. മോദിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല, നേവി പണിതാണെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടെ ശിവാജിയുടെ പ്രതിമ, മറ്റേ ചെറിയ 6 അടി ഉയരമുള്ള പ്രതിമയോ മറ്റോ വെക്കാനുള്ള, അതിന് 35 അടി ഉയരമുള്ള പ്രതിമ വെച്ചിട്ട് ഇപ്പൊ അത് മറിഞ്ഞു വീണു. അതിപ്പോ വലിയ ഇഷ്യൂ ആണ് അവിടെ. അതിന്റെ ഇടയ്ക്കാണ് ഇതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഇന്ത്യയുടെ അവസ്ഥ പരിതാപകരമാണ്. മഹാരാഷ്ട്രയില് ഒരു സംഘടന, പാർട്ടിയും നന്നായിട്ടൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ അകത്തിപ്പോൾ ഈ പച്ചക്കുള്ള അഴിമതി, വളരെ വ്യക്തമായിട്ടുള്ള അഴിമതി, രേഖകൾ ധാരാളമുള്ളൊരു അഴിമതി. സ്വന്തം സമുദായത്തിന് കൊടുക്കേണ്ടിയിരുന്ന സ്ഥലം അയാൾക്ക് തന്നെ കൊടുപ്പിച്ചിരിക്കുന്ന പരിപാടി. ഒരു മന്ത്രി സിദ്ധരാമയ്യേക്കാൾ വലിയ കഷ്ടമാണ്. വലിയ അഴിമതി എന്നല്ല, കഷ്ടമാണിത്. അയാൾക്ക് തന്നെ കൊടുക്കാൻ അയാൾ തന്നെ. സിദ്ധരാമയ്യയുടെ മറ്റേ കേസിലും അങ്ങേരുടെ ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഒരു സ്ഥലം, അത് കഴിഞ്ഞ് 5 ഏക്കർ ഗാർഗയുടെ കുടുംബ ട്രസ്റ്റിന് കൊടുക്കാനും അവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്. എയ്റോസ്പേസ് ഡെവലപ്മെന്റിനുള്ള സ്ഥലത്ത്. എയ്റോസ്പേസുമായിട്ട് ഗാർഗയ്ക്ക് എന്താണ് ബന്ധം? ആ സംരംഭം തുടങ്ങാനുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് പ്രിയങ്ക് ഗാർഗയുടെ മകൻ അവിടെ മന്ത്രിയാ. ആ മന്ത്രിസഭയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും, താല്പര്യ സംഘർഷം. ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണ് നിയമം. പക്ഷെ ഇപ്പൊ മന്ത്രി അയാൾക്ക് തന്നെ സർക്കാർ ഭൂമി കൊടുക്കാൻ അയാൾ തന്നെ അല്ല ഉത്തരവിട്ടത്, ഉത്തരവ് ഇടിയിച്ചതാണ്. എന്നാലും ആ മന്ത്രിസഭയും അയാളും കൂടി അംഗമായിട്ടുള്ള മന്ത്രിസഭയാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. മിനിറ്റ്സിൽ അങ്ങനെ എഴുതിയില്ലെങ്കിലും തീരുമാനം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു മന്ത്രി അംഗമായിരിക്കുന്ന ഒരു കൗൺസിലാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്, ഇയാളും കൂടി. ആ മന്ത്രിസഭ തന്നെ തീരുമാനിക്കുകയാണ് നമുക്ക് ഈ റാത്തോഡിന് ഈ സ്ഥലം കൊടുക്കാമെന്ന്. താല്പര്യ സംഘർഷമാണ്. ഇങ്ങനെയൊന്നും വിവരമുള്ള ആളുകൾ ചെയ്യാറില്ല. എന്തായാലും ഇങ്ങനെ ചെയ്തു, എന്തായാലും പെട്ടു. ഈ മന്ത്രിക്കും താമസിയാതെ രാജിവെക്കേണ്ടി വരും. ഇപ്പൊ മുകേഷ് രാജിവെക്കാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും താമസിയാതെ രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഏർലിയർ ദ ബെറ്റർ എന്ന് പറയാറുണ്ട്. നേരത്തെ രാജിവെച്ചാൽ അത്രയും കുറയും. അതും പക്ഷെ ഇത്തരം ആളുകൾക്ക് വിവേകം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ റാത്തോട് ഇപ്പൊ രാജിവെച്ചാൽ അങ്ങേർക്ക് നന്ന്, എൻ ജിക്ക് നന്ന്. സാർ, അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ.